നെയ്തലക്കാവിലമ്മ എത്തുകയാണ്. ഇനി ക്ഷേത്ര പ്രദക്ഷിണ വഴിയിലേക്കാണ് വരുന്നത്. വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്തേക്ക് എത്തുകയാണ് എറണാകുളം ശിവകുമാർ. വി എസ് രഞ്ജിത്ത്. പൂരത്തിൻ്റെ പങ്കാളിയല്ല വടക്കുന്നാഥൻ. പൂരത്തിൻ്റെ പങ്കാളിയല്ലാത്ത പൂരത്തിൻ്റെ സാക്ഷി മാത്രമായ വടക്കുന്നാഥൻ്റെ പ്രദക്ഷിണ വഴിയിലേക്ക് അല്പസമയത്തിനകം നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ അല്പസമയത്തിനകം എത്തിച്ചേരും. പൂരത്തിൻ്റെ എല്ലാ ആവേശവും ആ പാണ്ഡിമേളത്തിൻ്റെ അകമ്പടിയിൽ നമ്മൾ കണ്ടതാണ്. പാണ്ഡിമേളത്തിൻ്റെ അകമ്പടി, പാണ്ഡിമേളം കെട്ടിക്കയറുമ്പോൾ അർജുൻ കല്യാട് മാത്രമല്ല കേട്ടോ, അർജുൻ കല്യാടിന് ചുറ്റും നിൽക്കുന്ന ആൾക്കൂട്ടവും ഒക്കെ ആവേശത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. നെറ്റിപ്പട്ടം കെട്ടി ആലവട്ടവും എല്ലാവരും വീശി കാനികളുടെ മനം കവർന്നുകൊണ്ട് എറണാകുളം ശിവകുമാർ ഒരു ഭാഗത്ത് പാണ്ഡിമേളത്തിൻ്റെ ആവേശം, മറുഭാഗത്ത് ആസ്വദിക്കുന്നവരും ആൾക്കൂട്ടത്തെ ആസ്വദിക്കുന്നവരും അങ്ങനെ ആരവുമായിട്ട് വലിയ ആൾക്കൂട്ടം ഇതാ ഈ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ ഈ വടക്കുന്നാഥൻ്റെ തിരുമുറ്റത്തേക്ക് അല്പസമയത്തിനകം പ്രവേശിക്കും. പാണ്ടി കൊട്ടി ആൾക്കൂട്ടത്തിലെ ആവേശത്തിലാക്കുന്ന പൂരക്കാഴ്ചകളിലേക്ക് നമ്മൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ഗ്രൗണ്ടിൽ, ഈ തൃശ്ശൂർ പൂരത്തിൽ തേക്കിൻകാട്ട് മൈതാനത്തിലൂടെ കടന്നു വന്ന തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ ഗ്രൗണ്ടിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നെയ്തലക്കാവിലമ്മ യഥാർത്ഥത്തിൽ മാലോകര മുഴുവൻ ആനയിക്കുകയാണ് ഈ കാഴ്ചയിലേക്ക്. നാളെയാണ് പൂരമെങ്കിൽ ആ നാളത്തെ കാഴ്ചകളിലേക്ക് മനുഷ്യരെ മുഴുവൻ ആനയിക്കുന്ന, അവരെ മുഴുവൻ സ്വാഗതം ചെയ്യുന്നതാണ് ഈ പറയുന്ന തെക്കേ ഗോപുര നട തള്ളിത്തുറന്നുകൊണ്ട് ഭഗവതിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളത്ത്. ക്ഷേത്രത്തിന് പുറത്തിപ്പോൾ പാണ്ടിയാണ് കൊട്ടുന്നതെങ്കിൽ പാണ്ടിയുടെ കൊട്ടിക്കലാശമായി ഇനിയിപ്പോൾ ത്രിപിട കൊട്ടി ക്ഷേത്രത്തിനകത്തെത്തുമ്പോഴേക്കും പാഞ്ചാരി മേളത്തിലേക്ക് കടക്കും. പാഞ്ചാരി 5 കാലത്തിൽ 10 നാഴിക എന്നാണ് കണക്ക്. പക്ഷേ ഇവിടെ എത്തുമ്പോഴേക്കും ഒരുപക്ഷെ ഈ എലഞ്ഞിത്തറ ഭാഗത്തൊരു അല്പനേരം പാഞ്ചാരി കൊട്ടിക്കയറാനുള്ള സാധ്യതയുണ്ട്. അതിന് ശേഷമായിരിക്കും കിഴക്കേ നടയിലെത്തി വടക്കുന്നാഥനെ തൊഴുതും അതുവഴി നേരെ തെക്കേ ഗോപുര നട തുറന്ന് പുറത്തേക്ക് എഴുന്നള്ളും. ജെയ്സൺ ചാമ്പവളപ്പിനൊക്കെ കാത്തിരിക്കുന്നത്. ജെയ്സൺ ചാമ്പവളപ്പിനൊപ്പം ആ വലിയ ആൾക്കൂട്ടം മുഴുവൻ 10,000-കണക്കിന് മനുഷ്യർ തെക്കേ ഗോപുര നടയിൽ കാത്തിരിക്കുന്നത് ആ ഒരൊറ്റ നിമിഷത്തിന് വേണ്ടിയിട്ടാണ്. ജെയ്സൺ ചാമ്പവളപ്പിൽ ദാ എത്തുകയായി എറണാകുളം ശിവകുമാർ. സുജിയ, ഓരോ നിമിഷവും ഒരു കണ്ണൊന്ന് ചിമ്മി വീണ്ടും തുറക്കുമ്പോഴേക്കും 100 ആളുകൾ ഈ തേക്കിൻകാട് മൈതാനിയിലേക്ക്, തെക്കേ ഗോപുരനടയിലേക്ക് ഒഴുകുകയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അത്രയേറെ ജനം കഴിഞ്ഞ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നു. ഇനി ഏത് നിമിഷത്തിൽ വരുമെന്നാണ് ഏവരും പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്. ഒരൊറ്റ നിമിഷത്തെ കാഴ്ചയ്ക്ക് വേണ്ടി മാത്രമാണ് ഇത്രയധികം ജനം ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. എറണാകുളം ശിവകുമാറിന്റെ ശിരസിലേറി നെയ്തലക്കാവ് ദേവി തെക്കേ ഗോപുര നട തുറന്നുകൊണ്ട് ഏവരെയും പൂരത്തിലേക്ക് പൂരത്തിന് ആഹ്വാനം ചെയ്യുന്ന ആ വിളംബര കാഴ്ചയ്ക്കായി കാത്തിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും. നിരവധി പേരാണ്. ചൂടും മഴയും, രാവിലെ മഴയാണെങ്കിൽ ഇപ്പോൾ ചൂടാണ്. ഈ ചൂടും മഴയും കൊണ്ട് എത്രയോ മണിക്കൂറുകളായി കാത്തിരിക്കുന്ന ഈ ജനസഞ്ചയം ഒരൊറ്റ കാഴ്ചയ്ക്ക് വേണ്ടിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഓരോ പൂരവും ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളും നീട്ടിക്കൊണ്ടുപോകുന്നു. മന്ത്രി കെ രാജനെയും അടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എല്ലാവരും കാത്തു നിൽക്കുകയാണ്. മന്ത്രി ആർ ബിന്ദുവും ഒക്കെ വിയർപ്പൊപ്പി കാത്തു നിൽക്കുകയാണ്. ഇന്ന് പുലർന്നത് നല്ല മഴയോടെയാണെങ്കിൽ പൂരം മഴ കൊണ്ടുപോകുമോ എന്ന ആശങ്കയായിരുന്നെങ്കിൽ അതെല്ലാം മാറുന്നു. പതിയെ പതിയെ വെയിൽ തെളിയുകയാണ്, മുഖങ്ങൾ തെളിയുകയാണ് പൂരപ്പറമ്പിൽ. അല്ലേ ജെയ്സൺ? ഇതാ എത്തുന്നു എറണാകുളം ശിവകുമാർ. എറണാകുളം ശിവകുമാറിന്റെ പുറത്തേറി നെയ്തലക്കാവിലമ്മ എത്തുകയാണ്. ആ തിടമ്പേറ്റിയുള്ള വരവ് കാണാനായി വഴികളിലെല്ലാം ആളുകൾ കാത്തിരിക്കുന്നു. ഇനി പ്രദക്ഷിണ വഴിയിലേക്ക് എത്തുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പമുണ്ട്. വി എസ് രഞ്ജിത്ത്, ഇപ്പോൾ എറണാകുളം ശിവകുമാറിനെ അടുത്ത് കാണാറായോ രഞ്ജിത്തിന്? സുജ, ഞാൻ ക്ഷേത്രത്തിനകത്ത് പടിഞ്ഞാറേ നടയോട് ചേർന്നാണ് നിൽക്കുന്നത്. പടിഞ്ഞാറേ നടയിലൂടെയാണ് എറണാകുളം ശിവകുമാർ എത്തുക. ഇത് അല്പസമയത്തിനകം മേളക്കാരിതാ പടിഞ്ഞാറേ ഗോപുര നടയിലേക്ക് എത്തുന്നു. മേളക്കാർ പടിഞ്ഞാറേ ഗോപുര നട എത്തി. മേളക്കാർ കഴിഞ്ഞാൽ മേളക്കാർക്ക് തൊട്ടു പിന്നിലായി എറണാകുളം ശിവകുമാർ ഉണ്ടായിരിക്കും. ആ ഒറ്റയാൻ
ആ ഒറ്റയാൻ്റെ വരവാണിത്. നേരത്തെ ഈ പാറമേക്കാവിലമ്മയും തിരുവമ്പാടി ഭഗവതിയും ഒക്കെ വരുമ്പോൾ 15 ആനപ്പുറത്ത് 15 ആനകൾക്കൊപ്പം അകമ്പടിയോടുകൂടിയാണ് വരിക. ഇവിടെ ഇപ്പോൾ നെയ്തലക്കാവിലമ്മ ഒറ്റയാന, ആ ഒറ്റയാൻ മാത്രമാണ് ഇപ്പോൾ എല്ലാവരുടെയും കാഴ്ചകളെ മുഴുവൻ അങ്ങോട്ട് ആനയിക്കുന്നത്. ആ ഒറ്റയാന മാത്രം കാണാനായി ഈ പറയുന്ന പടിഞ്ഞാറ നടയിൽ കാത്തിരിക്കുന്നത് തന്നെ നൂറുകണക്കിന് മനുഷ്യരാണ്. മുഴുവൻ ആളുകളും തെക്കേ ഗോപുര നടയിലാണ്. ഈ എറണാകുളം ശിവകുമാറിനെ കാത്ത് പടിഞ്ഞാറേ നടയിലും ആൾക്കാരുണ്ട്. മേളം കൊണ്ട്